സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ഫിലിം സിറ്റി കോതമംഗലത്ത് സ്ഥാപിക്കണമെന്ന് ഷിബു തെക്കുംപുറം MLA ആവശ്യപ്പെട്ടു. നിയമസഭയിൽ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം ഉന്നയിച്ചത്. ഫർണിച്ചർ ഹബിന്റെ ആസ്ഥാനമായി നെല്ലിക്കുഴിയെ പരിഗണിക്കണം, ഇൻഫോ പാർക്കിന്റെ ഉപകേന്ദ്രം കോതമംഗലത്ത് ആരംഭിക്കുക, ടൂറിസം സർക്യൂട്ട് രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഷിബു തെക്കുംപുറം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ബജറ്റിൽ കോതമംഗലത്തിന് പ്രത്യേക പരിഗണന നൽകിയതിൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ നന്ദി അറിയിച്ചു. കൊച്ചിയിൽ ഫിലിം സിറ്റി ആരംഭിക്കുമെന്ന് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫിലിം സിറ്റി കോതമംഗലത്ത് ആരംഭിക്കണമെന്ന ആവശ്യം ഷിബു തെക്കുംപുറം മുന്നോട്ട് വച്ചിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി ജില്ലകളുടെ അതിർത്തിയായ കോതമംഗലം ഫിലിം സിറ്റിക്ക് അനുയോജ്യമായ പ്രദേശമാണ്. ഹിറ്റ് ചിത്രങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ സിനിമകൾക്ക് കോതമംഗലം ലൊക്കേഷനായിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മലയാള സിനിമയ്ക്ക് നഷ്ടമായ ഗ്രാമീണ ജീവിതവും പച്ചപ്പും സാർ അത് തേടിയെത്തുന്നത് കോതമംഗലത്താണ്. ഒത്തിരി ഹിറ്റ് ചിത്രങ്ങൾ കോതമംഗലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളത്തോടും ഇടുക്കിയോടും അടുത്ത് കിടക്കുന്ന കോതമംഗലം ഫിലിം സിറ്റിക്ക് അനുയോജ്യമായ സ്ഥലമാണ്. കോതമംഗലം റാമോജി പോലുള്ള ഫിലിം സിറ്റി പ്ലാൻ ചെയ്യുമ്പോൾ അതിന് അടിത്തറയുള്ള കോതമംഗലത്തെ കൂടി പരിഗണിക്കണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ ആവശ്യം. പ്രമുഖ ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രമാണ് നെല്ലിക്കുഴി. 300ഓളം സംരംഭങ്ങളും 10,000-ലധികം തൊഴിലാളികളും ഇവിടെയുണ്ട്. ഫർണിച്ചർ ഹബിന് നെല്ലിക്കുഴിയെയും പരിഗണിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. ഇൻഫോ പാർക്കിന്റെ ഉപകേന്ദ്രം കോതമംഗലത്ത് ആരംഭിക്കണം. വടാട്ടുപാറ, തട്ടേക്കാട്, ഭൂതത്താൻകെട്ട്, മാമലക്കണ്ടം തുടങ്ങിയ ടൂറിസ്റ്റ് പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ടൂറിസം സർക്യൂട്ട് ആരംഭിക്കണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ നെല്ലിക്കുഴി പഞ്ചായത്ത് ഫർണിച്ചറിന്റെ ഹബ്ബാണ്. കേരളത്തിലെ തന്നെ പ്രമുഖ കേന്ദ്രമാണ് നെല്ലിക്കുഴി. നെല്ലിക്കുഴിയിൽ ഏതാണ്ട് 300ഓളം സംരംഭങ്ങൾ ഉണ്ട്. 10,000 പേര് തൊഴിൽ ചെയ്യുന്നു. സാർ, എറണാകുളം ജില്ലയിൽ ഫർണിച്ചർ ഹബ്ബായി ഒരു സ്ഥലം പരിഗണിക്കുമ്പോൾ തീർച്ചയായും കോതമംഗലത്തെ അതിൻ്റെ ആസ്ഥാനമാക്കണമെന്നുള്ളതാണ് ജനങ്ങളുടെ വലിയ ആവശ്യം. വിവര സാങ്കേതിക വിദ്യയിൽ ധാരാളം ആളുകൾ കോതമംഗലത്ത് നിന്ന് തൊഴിൽ ചെയ്യുന്നുണ്ട്. ഇൻഫോ പാർക്കിൻ്റെ ഒരു സബ് സെൻറ്റർ കോതമംഗലത്ത് സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. സാർ, ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകളുള്ള സ്ഥലമാണ് കോതമംഗലം. വടാട്ടുപാറയും തട്ടേക്കാടും പൂതത്താൻകെട്ടും മാമലക്കണ്ടവും കോർത്തിണക്കിക്കൊണ്ട് ഒരു ടൂറിസം സർക്യൂട്ട് പ്രഖ്യാപിക്കണം. ബജറ്റിൽ എറണാകുളം ജില്ലയ്ക്കും കോതമംഗലത്തിനും പ്രത്യേക പരിഗണന നൽകിയതിലും ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം പദ്ധതിയെ ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയതിലും ഷിബു തെക്കുംപുറം മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞു. എറണാകുളം ജില്ലയ്ക്കും കോതമംഗലം നിയോജകമണ്ഡലത്തിനും പരിഗണന നൽകിയ മുഖ്യമന്ത്രിയോട് പ്രത്യേകമായ നന്ദി പറയുന്നു. കോതമംഗലത്തിന് ലഭിച്ച ചേലാട് സ്റ്റേഡിയം എടുത്തു പറയട്ടെ. GTV ന്യൂസ്, കോതമംഗലം.